എന്തെങ്കിലും കേൾക്കാൻ പറ്റായിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. വായിക്കുന്നുണ്ട്. അപ്പൊ കേരള ഭൂമിശാസ്ത്രമാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? അത് 1.18% ആണ്. 1.18% ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ. കേരളം എത്ര ശതമാനമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 1.18 ആണ്. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? കിലോമീറ്ററിലും ചോദിക്കാറുണ്ട്, അതുപോലെ ചതുരശ്ര മൈലിലും ചോദിക്കാറുണ്ട്. അപ്പൊ കിലോമീറ്ററിൽ ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 38,863 കിലോമീറ്റർ ആണ്. ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈലാണ്? ഇതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ചതുരശ്ര മൈൽ എത്രയാണ്? കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈലാണ്? അത് 15,005. 15,005 ആണ്. 15,005 ആണ്. 15 കഴിഞ്ഞ് 205. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈലാണ് ചോദിച്ചാൽ എത്രയാണ്? 15,005 ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു പരസ്യവാചകമാണ് അല്ലെ, കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത്. അതിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് അറിയോ? കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന പരസ്യവാചകത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് വാൾട്ടർ മെൻഡസ് ആണ്. വാൾട്ടർ മെൻഡസ് ആണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന പരസ്യവാചകത്തിന്റെ ഉപജ്ഞാതാവാണ് വാൾട്ടർ മെൻഡസ്. ഓക്കെ ആണോ? പേര് അറിയില്ലല്ലോ, പുതിയതായിട്ട് കേൾക്കല്ലേ? വാൾട്ടർ മെൻഡസ് കേട്ടോ. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന പരസ്യവാചകത്തിന്റെ ഉപജ്ഞാതാവാരാണ്? വാൾട്ടർ മെൻഡസ് ആണ്. കേരളത്തിൽ ഏത് ഭൂപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? ജനസാന്ദ്രത കൂടുതൽ ഏത് ഭൂപ്രദേശത്തായിരിക്കും? അത് നമുക്ക് ആലോചിക്കാം അല്ലെ. തീരപ്രദേശം, അതായത് വെള്ളം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ ആവശ്യമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമല്ലേ. അപ്പൊ നമ്മൾ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാവുക. ജനസാന്ദ്രത കൂടുതൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തീരപ്രദേശത്താണ്. തീരപ്രദേശം. തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട് ഏതാണ്? അപ്പൊ നമുക്കറിയാലോ, മുല്ലപ്പെരിയാറൊക്കെ പൊട്ടുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മുല്ലപ്പെരിയാറാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അക്ഷാംശം എത്രയാണ് വരിക? 4.5 ഡിഗ്രിയാണ്. കേരളത്തിന്റെ തെക്കും വടക്കും തമ്മിലുള്ള അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 4.5 ഡിഗ്രിയാണ്. അപ്പൊ കേരളത്തിന്റെ രേഖാംശീയ വ്യാപ്തി എത്രയായിരിക്കും? അക്ഷാംശമാണെങ്കിൽ 4.5 ഡിഗ്രിയാണ്. അപ്പൊ കേരളത്തിന്റെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണ്? രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് എത്രയാണ്? അത് 2.5 കേരളത്തിന്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ 4.5 ഡിഗ്രിയാണ്. കേരളത്തിന്റെ രേഖാംശീയ വ്യാപ്തി ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 2.5 ഡിഗ്രിയാണ്. അപ്പൊ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ്? അത് മലനാടാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖലയാണ് മലനാട്. എത്ര ശതമാനമാണ് മലനാട്? 48%. അപ്പൊ കേരളത്തിന്റെ ഏറ്റവും വലിയ ഭൂമേഖലയാണ് മലനാട്. 48%. അപ്പൊ അത് കഴിഞ്ഞ ഏതാണ്? തൊട്ടടുത്തതായിട്ട് ഏതാ വരുന്നത്? മലനാട് കഴിഞ്ഞാൽ ഇടനാടാണ്. ഇടനാടിന്റെ പെർസെന്റേജ് എത്രയാണ്? 42%. അപ്പൊ തീരദേശം നമുക്കറിയാലോ 10%. അപ്പൊ മൊത്തം എങ്ങനെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ചോദിക്കുകയാണെങ്കിൽ മലനാടാണ്, 48%. മലനാട് കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? ഇടനാടാണ്, 42%. തീരദേശമാണെങ്കിൽ 10%. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായിട്ട് അധിവസിക്കുന്ന ആദിവാസി വിഭാഗം ഏതാണ്? അതായത് നമ്മൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പറയുന്നത് നമുക്കറിയാലോ, പഞ്ചായത്ത് അങ്ങനെയുള്ള അതിന്റെ പരിധിയിലായിട്ട് വസിക്കുന്ന കൂടുതലായിട്ട് വരുന്ന ആദിവാസി വിഭാഗം ഏതാണെന്നറിയോ? അത് ഉള്ളാടനാണ്. ഉള്ളാടൻ.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണേത്? ഉള്ളാടൻ. ഉള്ളാടൻ. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പക്ഷി ഏതാണ്? നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ, കാക്കയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷിയാണ് കാക്ക. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ഇടുക്കിയാണ്. ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇടനാട്ടിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ്. ഇടനാട്ടിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് ലാറ്ററൈറ്റ് ആണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ഭയങ്കര കുറവല്ല. 21%. കേരള സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 21. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ അറിയപ്പെടുന്നത് എന്താണ്? കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ അറിയപ്പെടുന്നതാണ് നെഗ്രിറ്റോ വർഗം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, കേരളത്തിനെ നമുക്ക് 3ആയിട്ട് തിരിക്കുന്നുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശമാണ്. മലനാടാണെങ്കിൽ 48%, ഇടനാടാണെങ്കിൽ 42%, തീരദേശമാണെങ്കിൽ എത്രയാണ്? 10%. തീരദേശത്തെ പ്രധാന കൃഷി എന്തായിരിക്കും? തീരദേശത്ത് കൃഷി ചെയ്യുന്നത് എന്താണ്? അത് നെല്ലാണ് അല്ലെ. തീരദേശത്ത് പ്രധാന കൃഷി രീതി എന്താണ്? നെല്ലാണ്. കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം എത്രയാണ്? ഇത് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം എത്രയാണ്? കേരളത്തിൽ മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 ആണ്. 900 മീറ്റർ ആണ്. കറക്റ്റ് ആണ് മിക്കാസോ. എന്താണ്? കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറഞ്ഞ എത്രയാണ്? 900 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇടനാടിന്റെ ആകെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് ചോദിച്ചാൽ ഇത് അങ്ങനെ കേട്ടിട്ടില്ല. 16,230 കിലോമീറ്റർ ആണ്. ഇടനാടിന്റെ ആകെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് ചോദിച്ചാൽ 16,230 കിലോമീറ്റർ ആണ്. സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരം കൂടുതലുള്ള പ്രദേശങ്ങളാണ് മലനാടായിട്ട് കണക്കാക്കുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരം കൂടുതലുള്ള പ്രദേശങ്ങളെയാണ്? 7.5 നമ്മൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മീറ്ററിലാണ്, അടിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെടില്ലേ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് മീറ്ററിലാണ്. അപ്പൊ ഇത് കൂടെ നോക്കി വെച്ചോ. എന്താണ്? 250 അടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരം കൂടുതലുള്ള പ്രദേശങ്ങളെയാണ് മലനാട് എന്ന് പറയുന്നത് ചോദിച്ചാൽ 75 മീറ്റർ അല്ലെങ്കിൽ എന്താണ്? 250 അടിയാണ്. 250 അടി. സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് തീരപ്രദേശത്തിൽ ഉൾപ്പെടുത്തുന്നത്? തീരപ്രദേശമാണെങ്കിൽ നമ്മൾ 7.5 പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ താഴെയുള്ളതാണ്. അപ്പൊ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് തീരപ്രദേശം പറയണമെങ്കിൽ 25 മീറ്റർ അടിയാണ്. 25 മീറ്റർ. 7.5 താഴെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് മീറ്ററിലാണ്. അടിയിൽ ചോദിക്കുകയാണെങ്കിൽ 25 മീറ്റർ അടി, 25 അടി താഴെ ഹൈറ്റ് ഉള്ളതിനെയൊക്കെയാണ് നമ്മൾ തീരപ്രദേശത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ മലനാട് പറയുമ്പോ എത്രയാണ്? 250 അടിയിൽ കൂടുതലുള്ളവയാണ് മലനാട്. 25 അടിയിൽ കൂടുതലുള്ളവനെ നമ്മൾ എന്താന്ന് പറയാം? തീരപ്രദേശത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഗുഹകളിലൊക്കെ വസിക്കുന്ന കേരളത്തിലെ ആദിവാസി വിഭാഗം ഏതാണെന്നറിയോ? ഗുഹകളിൽ വസിക്കുന്ന ആദിവാസി വിഭാഗം അത് ചോല നായ്ക്കന്മാരാണ്. ഗുഹകളിൽ വസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വിഭാഗമാണ് ഇത് ചോല നായ്ക്കന്മാര്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനം നമുക്കറിയാലോ. വനം എപ്പോഴും എവിടെയായിരിക്കും? കൂടുതൽ മലകളിലല്ലേ. അപ്പൊ മലപ്രദേശത്തായിരിക്കും ഏറ്റവും കൂടുതൽ വനം കൂടുതൽ. അപ്പൊ ആൾക്കാർ കൂടുതലായിട്ട് തങ്ങി ജീവിക്കുന്നത് എവിടെയാണെന്നാ പറഞ്ഞ? ആൾക്കാർ കൂടുതലായിട്ട് കൂട്ടത്തോടു കൂടി താമസിക്കുന്നത്, ജനങ്ങൾ കൂടുതൽ താമസിക്കുന്നത് തീരപ്രദേശത്താണ്. അപ്പൊ വനം കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് മലനാടിലാണ്. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വിഭാഗമാണ് ചോല നായ്ക്കന്മാര്. തേയില, ഏലം, കുരുമുളക് എന്നിവയൊക്കെ അതൊക്കെ മലമ്പ്രദേശത്ത് കൃഷി ചെയ്യുന്നവയല്ലേ. തേയില, ഏലം, കുരുമുളകൊക്കെ. അപ്പൊ അത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഭൂവിഭാഗം ചോദിക്കുകയാണെങ്കിൽ മലനാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിള വൈവിധ്യമുള്ള ഭൂവിഭാഗം ഏതാണ്? വിളകൾ ഏറ്റവും കൂടുതൽ അത് രണ്ടിന്റെയും കുറച്ച് എടുത്തിട്ട് എവിടെയായിരിക്കും അപ്പൊ കൂടുതൽ ഉണ്ടാവുക? തീരപ്രദേശത്താണെങ്കിൽ നെല്ല് കൂടുതൽ പറഞ്ഞു. മറ്റേ കുരുമുളക്, ഏലം,
അതുപോലെ തേയിലയൊക്കെ ആണെങ്കിൽ മലനാട് പറഞ്ഞു. അപ്പൊ രണ്ടിന്റെയും കൂടെ വരുന്നത് എവിടേക്കായിരിക്കും? ഇടനാട്ടിലായിരിക്കും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗമാണ് ഇടനാട്. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിയിച്ച് ചെയ്തിരുന്ന കൃഷിരീതി എന്താണ് അറിയപ്പെടുന്നത്? കുറ്റിക്കാടുകൾ വെട്ടിത്തെളിയിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് പൂനം കൃഷി രീതി എന്ന് പറയുന്നത്. പൂനം. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിയിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് എന്ത്? പൂനം കൃഷി രീതി. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാണ്? ഗുഹകളിലൊക്കെ താമസിക്കുന്ന ആദിവാസി വിഭാഗമാണ് ചോലനായ്ക്കര്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് പണിയരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാണ്? അത് പണിയരാണ്. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഏതാണ്? ശിരുവാണി അണക്കെട്ടിലെ ജലം എന്തിനാ ഉപയോഗിക്കുന്നത്? ക്ലാസ് ലിങ്ക് കയറാൻ പറ്റുന്നില്ലേ രാധിക? കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം ഏതിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ കോയമ്പത്തൂരിനാണ്. കോയമ്പത്തൂർ, അടയാറല്ല, കോയമ്പത്തൂരാണ്. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ആവശ്യത്തിനാണ്. കേരളത്തിൽ ഉരുൾപൊട്ടലിൽ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത്, ഉരുൾപൊട്ടൽ എവിടെ ഉണ്ടാവുക? മലന്റെ മുകളിലല്ലേ. അപ്പൊ മലനാടിലാണ് ഏറ്റവും കൂടുതലായിട്ട് എന്തുണ്ടാവുന്നത്? ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് വെച്ചാൽ 7 തരമാണ്. അത് ഏതൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ. കേരളത്തിലെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടല്, കേരളത്തിലെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് അറബിക്കടൽ. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലനിര ഏതാണ്? മലബാറിലെ ആരവല്ലി ഏതാണ്? മലബാറിലെ ആരവല്ലി എന്നറിയപ്പെടുന്നത് പുരളിമലയാണ്. പുരളിമല. പുരളിമലയാണ് മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. കരിമണ്ണിലെ പ്രധാന വിള ഏതാണ്? കരിമണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളയാണ് നെല്ല്. കരിമണ്ണിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന വിളയാണ് നെല്ല്. ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏത് ഭാഗത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏത് ഭാഗത്താണ് കേരളം? സ്റ്റേറ്റ്മെന്റിൽ ഇടാൻ പറ്റിയ ക്വസ്റ്റ്യൻ അല്ല. ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏത് ഭാഗത്താണ് കേരളം ചോദിച്ചാൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കേരളം. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 5ആണ്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്തൂടെ? വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5 തന്നെയല്ലേ. അപ്പൊ അത് ഇങ്ങോട്ടും കൂടെ കണക്ട് ചെയ്യാം. ഇന്ത്യന്റെ തീരദേശ ദൈർഘ്യത്തില് സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 5 തന്നെയാണ്. കേരളത്തിലെ വാർഷിക ശരാശരി താപനില എന്ന് പറഞ്ഞാൽ എത്രയാണ്? വാർഷിക ശരാശരി താപനില എത്രയാണെന്ന് വെച്ചാൽ 25 മുതൽ 27.5 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. വാർഷിക ശരാശരി താപനില എത്രയാണ്? 25 മുതൽ 27.5 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വാർഷിക ശരാശരി താപനില. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? മണ്ണൊലിപ്പ് ഭീഷണി, അത് ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. അമ്ലം ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? അമ്ലം കൂടുതൽ എവിടെയാണ്? അത് തീരദേശ എക്കൽ മണ്ണിലാണ്. തീരദേശത്തുള്ള എക്കൽ മണ്ണിലാണ് അമ്ലത്വം ഏറ്റവും കൂടുതലുള്ള മണ്ണിനം എന്ന് പറയുന്നത്. തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. അപ്പൊ എന്താണ്? അമ്ലത്വം ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ചോദിച്ചാൽ തീരദേശ എക്കൽ മണ്ണാണ്. തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ്. കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? കേരള പറയുമ്പോ ലാറ്ററൈറ്റ് അല്ലേ, ലായല്ലേ ലാസ്റ്റ് വരുന്നത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ലാറ്ററൈറ്റ് ആണ്. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്?
അത് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോടാണ്. കോട്ടയം, കോഴിക്കോട്, ആലപ്പുഴയാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട്. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടിന്റെയും കൂടെ മിക്സിംഗ് ആയിട്ട് കൂടുതൽ വിളവൈവിധ്യം കാണുന്നത് ഇടനാടിലാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവിടെ ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട്. കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്ക് ഏതൊക്കെയാണ്? ചെമ്മണ്ണ് അത് തിരുവനന്തപുരം, നെയ്യാറ്റിൻകരയുമാണ്. കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകൾ എവിടേക്കാണ്? തിരുവനന്തപുരം, നെയ്യാറ്റിൻകര. നമ്മൾ എന്താ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴയാണ്. അപ്പൊ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, നെയ്യാറ്റിൻകര. തിരുവനന്തപുരം, നെയ്യാറ്റിൻകര. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗവും പ്രദേശത്തും ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ കേരളത്തിലെ മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്ന ഏത് തന്നെയാണ്? ലാറ്ററൈറ്റ് തന്നെയാണ്. അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനം. അപ്പർ കുട്ടനാടിൽ ഏതാണ് കാണപ്പെടുന്നത്? അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് കരപ്പാടം മണ്ണിനം. ഏതാണ്? കരപ്പാടം മണ്ണിനമാണ് അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്നത്. കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകള് അത് ആലപ്പുഴയും കോട്ടയവുമാണ്. അപ്പൊ നമ്മൾ അതിർത്തി പങ്കിടാത്ത ജില്ലകൾ 3 പറഞ്ഞില്ലേ? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. അതിൽ കോഴിക്കോട് ഒഴികെ ആലപ്പുഴയും കോട്ടയം ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഏത് കിട്ടും? കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ കിട്ടും. അപ്പൊ കേരളത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് പ്രകൃതി ദുരന്തം ഏതാണ്? ഇപ്പൊ നമുക്കറിയാലേ വയനാട്ടിലൊക്കെ ഉണ്ടായില്ലേ? കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ്? അത് ഉരുൾപൊട്ടലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതുതരം ശിലകളാണ്? കേരളം. അപ്പൊ ഏത് ശിലയിലേക്ക് പോകണം? കായല് നോക്കാം അല്ലെ. കായാന്തരിത ശിലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതുതരം ശിലകളാണ് ചോദിച്ചാൽ കായാന്തരിത ശിലകളാണ്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് ചോദിച്ചാൽ എത്രയാണ്? നമ്മൾ 42% പഠിച്ചിരിക്കുന്നത്. ഇതിൽ 41.76 ആണ് തന്നിരിക്കുന്നത്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഏതാണ്? റബ്ബർ. റബ്ബർ കൃഷിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇടനാടിലാണ്. റബ്ബർ പറയുമ്പോൾ ഇടനാടിലാണ്. അടുത്തത് കേരളത്തിലെ മലകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഹൈറ്റ് എത്രയാണ്? 26.95 മീറ്റർ ആണ്. 26.95 എന്ന് പറയുന്നത് മീറ്ററിലാണ്. അപ്പൊ അടിയിൽ ചോദിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 88.41. 88.41 അടിയാണ്. 26.95 മീറ്റർ ആണെങ്കിൽ അത് രണ്ടിലും ചോദിക്കൂട്ടോ. മീറ്ററിലാണെങ്കിൽ 26.95 അടിയിലാണെങ്കിൽ 88.41 അടിയുമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? രണ്ടാമത്തെ ആണെങ്കിൽ മീശപ്പുലിമലയാണ്. ആദ്യത്തെ ആനമുടി, രണ്ടാമത്തെ മീശപ്പുലിമല. മീശപ്പുലിമല ഏത് ജില്ലയിലാണ്? മീശപ്പുലിമല അത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലാണ് മീശപ്പുലിമല. മീശപ്പുലിമലയുടെ ഹൈറ്റ് അടിയിൽ പറയുകയാണെങ്കിൽ 86.61 ആണ്. 86.61 ആണ് മീശപ്പുലിമലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? അത് പഴനിമലയാണ്. പളനിമല. പളനി നമ്മുടെ മുരുകന്റെ അറിയുമല്ലോ. പളനിമലയാണ്. ആനമുടിയുടെ വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല. പുരളിമല എന്ന് പറയുന്നത് ഏത് മലനിരകളുടെ ഭാഗമാണോ ചോദിച്ചാൽ ബ്രഹ്മഗിരിയുടെയാണ്. ഏതാണ്? പുരളിമല എന്ന് പറയുന്നത് ഏതിന്റെ ഭാഗമാണ്? ബ്രഹ്മഗിരിയുടെ ഭാഗമാണ്. മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി ഏത് ജില്ലയിലാണ്? പൊന്മുടി ഏത് ജില്ലയിലാണ്? അത് തിരുവനന്തപുരത്താണ്. പൊന്മുടി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിന്റെ തെക്കേ
തിരുവനന്തപുരത്ത്. തെക്ക് എന്ന് പറയുമ്പോൾ താഴ്ഭാഗത്തായിട്ട് വരില്ലേ, അതേതാണ്? അഗസ്ത്യാർകൂടമാണ്. പശ്ചിമഘട്ടത്തിന്റെ തെക്കുള്ളത് ഏതാണ്? അഗസ്ത്യാർകൂടമാണ്. അതിന്റെ ഹൈറ്റ് 1869 മീറ്റർ ആണ്. അഗസ്ത്യാർകൂടത്തിന്റെ ഹൈറ്റ് എത്രയാണ്? 1869 മീറ്റർ ആണ്. ഏത് ജില്ലയിലാണ് അഗസ്ത്യകൂടം? തെക്ക് താഴെ എന്നല്ലേ, അപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ്, കുറ്റിച്ചൽ പഞ്ചായത്ത്. അപ്പൊ അഗസ്ത്യാർകൂടം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. 1869 മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തുള്ളതാണ്. അമ്പുകുത്തിമല ഏത് ജില്ലയിലാണ്? അമ്പുകുത്തിമല വയനാടാണ്. പൈതൽമല എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? പൈതൽമല പുരളിമലയൊക്കെ എവിടെയാണ്? കണ്ണൂരല്ലേ? പൈതൽമല കണ്ണൂരാണ്. അമ്പുകുത്തിമലയാണെങ്കിൽ വയനാടാണ്. പുരളിമലയുടെ ഭാഗമായിട്ടാണ് ഏത് നമ്മൾ പറഞ്ഞത്? അത് ബ്രഹ്മഗിരി മലനിരയുടെ ഭാഗമാണ്. മലയോര സുഖവാസ കേന്ദ്രമാണ് പൊന്മുടി. പൊന്മുടി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അടുത്തത് ബാണാസുര എവിടെയാണ്? ബാണാസുരക്ക് എന്തൊക്കെയോ പ്രത്യേകതയൊക്കെ ഇല്ലേ? അറിയില്ലേ ഇത്? ബാണാസുര വയനാടാണ്. ബ്രഹ്മഗിരി ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ വയനാട് തന്നെയാണ്. ബ്രഹ്മഗിരി വയനാടാണ് ബ്രഹ്മഗിരി. ആ ബ്രഹ്മഗിരിയുടെ ഭാഗമാണ് പുരളിമല. മലയോര സുഖവാസ കേന്ദ്രമായ വാഗമൺ എവിടെയാണ്? അതെ, എർത്ത് ഡാമാണ്. വാഗമൺ എവിടെയാണ്? വാഗമൺ ഇടുക്കിയിലാണ്. ഇല്ലിക്കൽ കല്ല് ഏത് ജില്ലയിലാണ്? ഇല്ലിക്കൽ കല്ല് കോട്ടയത്താണ്. ഇല്ലിക്കൽ കല്ല് എവിടെയാണ്? കോട്ടയത്താണ്. ഏഴിമല എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നേവൽ ബേസ്. അതെവിടെയാണ്? കണ്ണൂരാണ്. ഏഴിമല എവിടെയാണ്? കണ്ണൂരാണ്. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല എവിടെയാണ് ചോദിച്ചാൽ അതും കണ്ണൂര് തന്നെയാണ്. പുരളിമല ബ്രഹ്മഗിരി മലനിരയുടെ ഭാഗമാണ്. പുരളിമല എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഏഴിമല കണ്ണൂരാണ്. ഇല്ലിക്കൽ കല്ല് എവിടെയാണെന്ന് പറഞ്ഞു? ഇല്ലിക്കൽ കല്ല് കോട്ടയത്താണ്. വാഗമൺ ആണെങ്കിൽ ഇടുക്കിയിലാണ്. പിന്നെ ബാണാസുര ആണെങ്കിലും വയനാടാണ്. കോട്ടഞ്ചേരി മലകൾ എവിടെയാണ്? കോട്ടഞ്ചേരി മല അത് കാസർഗോഡാണ്. കോട്ടഞ്ചേരി മലകൾ എവിടെയാണ്? കാസർഗോഡാണ്. നെല്ലിയാമ്പതി കേട്ടിട്ടുണ്ടോ? പാലക്കാട് നെല്ലിയാമ്പതി. പാലക്കാടാണ് നെല്ലിയാമ്പതി. മലബാർ കലാപകാലത്ത് കലാപകാരികളുടെ ഒളിത്താവളമായിരുന്നു പന്തല്ലൂർ മല. എവിടെയാണ് പന്തല്ലൂർ മല? പന്തല്ലൂർ മല എന്ന് പറഞ്ഞത് മലപ്പുറത്താണ്. അപ്പൊ ഇതിൽ കേൾക്കാത്ത കുറച്ചെണ്ണം ഉണ്ട്, നമ്മുടെ റാങ്ക് ഫയലിൽ ഇല്ലാത്തത്. പന്തല്ലൂർ മല എന്ന് പറഞ്ഞത് എവിടെയാണ്? മലപ്പുറത്താണ്. പന്തല്ലൂർ മല മലപ്പുറത്താണ്. അത് മലബാർ കലാപകാലത്ത് കലാപകാരികളുടെ ഒളിത്താവളമായിരുന്നു. ഏത്? പന്തല്ലൂർ മല എന്ന് പറഞ്ഞത് അത് മലപ്പുറത്താണ്. നെല്ലിയാമ്പതി പാലക്കാട്, അത് എപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ. കോട്ടഞ്ചേരി മലനിരകളാണെങ്കിൽ കാസർഗോഡ്. കോട്ടഞ്ചേരി അധികം കേൾക്കാത്തതാണ്. കോട്ടഞ്ചേരി മലനിരകൾ കാസർഗോഡാണ്. പുരളിമല എന്താണ്? പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്നു പുരളിമല. അത് കണ്ണൂരാണ്. ഏഴിമലയാണെങ്കിൽ നേവൽ ബേസുമായിട്ട് കണക്ട് ചെയ്യുക, അത് കണ്ണൂരാണ്. ഇല്ലിക്കൽ കല്ല് അതും അധികം കേൾക്കാത്താണ്. ഇല്ലിക്കൽ കല്ല് കോട്ടയത്താണ്. വാഗമൺ ആണെങ്കിലോ അത് ഇടുക്കിയിലാണ്. വാഗമൺ. ബ്രഹ്മഗിരി ആണെങ്കിലും ബാണാസുര മലയാണെങ്കിലും എവിടെ തന്നെയാണ്? വയനാട് തന്നെയാണ്. അമ്പുകുത്തി മലയാണെങ്കിൽ വയനാടാണ്. പൈതൽമല എവിടെയാണ്? പൈതൽമല പുരളിമലയൊക്കെ കണ്ണൂരാണെന്ന് പറഞ്ഞു. അഗസ്ത്യകൂടത്തിന് എന്തായിരുന്നു പ്രത്യേകത? പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ കൊടുമുടിയാണ് അഗസ്ത്യകൂടം. 1869 മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ്. അടുത്ത ടോപ്പിക്കാണ്. അടുത്തത് ചുരങ്ങളാണ്. കേരളത്തിലെ പ്രധാന ചുരങ്ങൾ. പാലക്കാടൻ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്? പാലക്കാടൻ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് NH 544. പേരമ്പാടി ചുരം എന്തുമായിട്ടാ ബന്ധിപ്പിക്കുന്നത്? പേരമ്പാടി ചുരമാണെങ്കിൽ കണ്ണൂരിനെ കൂർഗുമായിട്ടാണ്. കണ്ണൂർ കൂർഗിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പേരമ്പാടി ചുരം. NH 544 എന്ന് പറഞ്ഞത് ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് NH 544. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കണ്ണൂര്, കൂർഗ്. വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്താണ്? കണ്ണ്. ഏതായിരിക്കും? ഇടയിൽ ഒരു ചുരമുണ്ട് മൂക്കിൽ, അപ്പൊ അതിനെ പാൽ ചുരം എന്ന് പറയാം.
അപ്പൊ വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പാൽ ചുരമാണ്. പേരമ്പാടി ആണെങ്കിൽ ഏതാണ്? കണ്ണൂരിനെയും കൂർഗുമാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 544. പെരിയ ചുരം എന്ന് പറഞ്ഞ ഇതിനെയൊക്കെ തമ്മിലാണ്? പെരിയ ചുരം അത് മാനന്തവാടി മൈസൂരാണ്. പെരിയ ചുരം ആരെയൊക്കെ തമ്മിലെ ബന്ധിപ്പിക്കുന്നത്? മാനന്തവാടി മൈസൂരിനാണ്. മാനന്തവാടി മൈസൂരാണെങ്കിൽ ഏതാണ്? പെരിയ ചുരമാണ്. നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം. നിലമ്പൂര് ഗൂഡല്ലൂരാണെങ്കിൽ ഏതാണ്? നാടുകാണി ചുരമാണ്. നാടുകാണി ചുരം ഏത് ജില്ലയിലാണ്? അത് മലപ്പുറത്താണ്. നാടുകാണി ചുരം ഏതിലാണ്? മലപ്പുറത്താണ്. കേരളത്തെയും നീലഗിരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കേരളം നീലഗിരി ആണെങ്കിലോ? അത് കർക്കൂർ ചുരമാണ്. ഇത് റാങ്ക് ഫയലിലില്ല. കർക്കൂർ ചുരം. കേരളത്തെയും നീലഗിരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? കർക്കൂർ ചുരമാണ്. കർക്കൂര്. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത അത് NH 766. അപ്പൊ വയനാട് നമ്മൾ ഏതാ പറഞ്ഞ? പാലക്കാട്. വയനാടല്ല, പാലക്കാടാണ്. പാലക്കാട് ഏതാ പറഞ്ഞ? NH 544 ആണ്. 544. ഇപ്പൊ താമരശ്ശേരി ആണെങ്കിൽ എത്രയാണ്? 766 ആണ്. 744 ഏതാണ്? അപ്പൊ 544 പാലക്കാട്. ഓക്കെ. അപ്പൊ 744 ഏതാണ്? അത് ആര്യങ്കാവാണ്. ആര്യങ്കാവ്. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് 766. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? വയനാട് കോഴിക്കോടാണെങ്കിൽ ഏതാണ്? താമരശ്ശേരി ചുരമാണ്. വയനാട് കോഴിക്കോടാണെങ്കിൽ താമരശ്ശേരി ചുരമാണ്. ആര്യങ്കാവാണെങ്കിൽ നമ്മൾ പറഞ്ഞു 744 ആണ്. പാലക്കാട് ചുരം ഏതുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? അത് അറിയാലോ. പാലക്കാട് തമിഴ്നാടാണ്. കോയമ്പത്തൂർ ജില്ലയായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലക്കാട് ചുരം തന്നെയാണ്. കേരളത്തിൽ സഖ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. കേരളത്തിൽ സഖ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട്. തൊടുപുഴയെയും തേനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? തേനിയിലെ കമ്പം. ഏതൊക്കെയോ സിനിമയിൽ കേൾക്കുന്ന ഡയലോഗ് അല്ലേ. അപ്പൊ തൊടുപുഴയെയും തേനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അത് കമ്പം ചുരമാണ്. കമ്പം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടാണ്. എത്രയാണ് അതിന്റെ വിത്ത്? ശരാശരി വീതി എത്രയാണ്? 40 കിലോമീറ്റർ ആണ്. പാലക്കാട് ചുരത്തിന്റെ ശരാശരി വീതി എത്രയാണ്? 40 കിലോമീറ്റർ ആണ്. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പാലക്കാടൻ ചുരമാണ്. ബോഡി നായ്ക്കന്നൂർ ചുരത്തിന്റെ ഏതാണ് ദേശീയപാത? ബോഡി നായ്ക്കന്നൂർ ചുരം ദേശീയപാത ഏതാണ്? ഇത് കഴിഞ്ഞ പ്രിലിംസിനൊക്കെ കയറി. ഇപ്രാവശ്യത്തെ അല്ല, അതിന് മുന്നത്തെ നമ്മുടെ എൽഡിക്ക് കയറി കളിച്ച ഈ ചുരങ്ങളാണല്ലേ. ബോഡി നായ്ക്കന്നൂർ ആണെങ്കിൽ ഏതാണ്? NH 85 ആണ്. ബോഡി നായ്ക്കന്നൂർ ചുരത്തിന്റെ ഏതാണ്? NH 85 ആണ്. കറക്റ്റ് ആണ് മിക്കാസോ. ബോഡി നായ്ക്കന്നൂർ ആണെങ്കിൽ NH 85. 544 ആണെങ്കിൽ പാലക്കാട്. 744 ആണെങ്കിൽ ആര്യങ്കാവ്. പിന്നെ താമരശ്ശേരി ഏതായിരുന്നു? 766 ആണ്. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന ചുരം ഏതാണ്? കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത് അത് ആര്യങ്കാവ് ചുരത്തിലൂടെയാണ്. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? ബോഡി നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങള് ബോഡി നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഇടുക്കി, മധുര. ഇടുക്കി മധുരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബോഡി നായ്ക്കന്നൂർ ചുരം. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് അത് പുനലൂരിനെയും ചെങ്കോട്ടയും. അപ്പൊ അതിന്റെ നാഷണൽ ഹൈവേയും കൂടെ നോക്കി വെക്കണേ. ആര്യങ്കാവ് നമ്മൾ ഏതായിരുന്നു പറഞ്ഞ്? 744 ആണ്. അപ്പൊ അത് ഏതിനെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അടുത്തത് പഴയ തിരുവിതാംകൂറിനെയും മദ്രാസ് പ്രവിശ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പഴയ തിരുവിതാംകൂറിനെയും മദ്രാസ് പ്രവിശ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം അത് ആലുവാമൊഴി. ആലുവാമൊഴി എന്നാണ്. പഴയ തിരുവിതാംകൂറിനെയും മദ്രാസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആലുവാമൊഴി. ആര്യങ്കാവ് ആണെങ്കിൽ 744 ആണ്. പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബോഡി നായ്ക്കന്നൂർ ആണെങ്കിൽ എത്രയായിരുന്നു? ബോഡി ആണെങ്കിൽ 85 ആണ്. അത് ഏതിനെയൊക്കെയാണ്? ഇടുക്കിയെയും മധുരയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. കൊല്ലം ചെങ്കോട്ട ആണെങ്കിൽ ആര്യങ്കാവ് ചുരമാണ്. കൊല്ലം ചെങ്കോട്ട ആര്യങ്കാവ് ചുരമാണ്.
പിന്നെ പാലക്കാടിന്റെ ശരാശരി വീതി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 40 കിലോമീറ്റർ ആണ്. തൊടുപുഴ തേനിയാണെങ്കിൽ എവിടെയാണ്? തേനിയിലെ കമ്പം ആലോചിക്കുക. അപ്പൊ തൊടുപുഴയും തേനിയും തമ്മിലാണെങ്കിൽ കമ്പം ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത എന്ന് പറയുന്നത് പാലക്കാടൻ ചുരമാണ്. സഖ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരവും പാലക്കാട് തന്നെയാണ്. പിന്നെന്തായിരുന്നു? 744 ആര്യങ്കാവ്. താമരശ്ശേരി ചുരം ഏതാണ്? വയനാട് ചുരമാണ് താമരശ്ശേരി ചുരം എന്നറിയപ്പെടുന്നത്. 766 താമരശ്ശേരിയുടെ ദേശീയ പാത കടന്നു പോകുന്നത്. പിന്നെ കേരളത്തെയും നീലഗിരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതായിരുന്നു? കേരളം നീലഗിരി ആണെങ്കിൽ ഏതാണ്? അത് കർക്കൂര് ചുരമാണ്. കർക്കൂർ ആണ് കേരളത്തെയും നീലഗിരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത് കർക്കൂർ ചുരം. നാടുകാണി ആണെങ്കിൽ മലപ്പുറം ജില്ലയിലാണ്. നിലമ്പൂരും ഗൂഡല്ലൂരും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? അതാണ് നാടുകാണി. നിലമ്പൂരിനെയും മറ്റൊരു ഈ ഇടയ്ക്കൊരു യൂട്യൂബിലൊരു സംഭവം കിടന്നു കഴിഞ്ഞില്ല, നിലമ്പൂര് വഴി എന്തൊക്കെയോ പറഞ്ഞിട്ട് ഗൂഡല്ലൂര് പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ. അപ്പൊ അങ്ങനെ ആലോചിക്കുക, നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാടുകാണി ചുരം. പെരിയ ചുരമാണെങ്കിൽ മാനന്തവാടി മൈസൂരാണ്. വയനാട് കണ്ണൂരാണെങ്കിൽ ഏതാണ്? പാൽച്ചുരമാണ്. പേരമ്പാടി ആണെങ്കിലോ? കണ്ണൂര് കൂർഗാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്? 544. അടുത്തത് കേരളത്തിലെ നദികളാണ്. കേരളത്തിലെ നദികൾ. ഈ ഒരു ടോപ്പിക്കും കൂടെ കഴിഞ്ഞിട്ട് നിർത്താം കേട്ടോ. നിങ്ങൾക്ക് ബോറിംഗ് ആയി തുടങ്ങിയോ? ചെറുതായിട്ടോ? ഇത് നമ്മുടെ ബുള്ളറ്റിനിൽ ഫസ്റ്റ് തന്നെ ഇത് തന്നെയാ തന്നിരിക്കണം. അപ്പൊ പിന്നെ വായിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നഷ്ടം തോന്നാൻ പാടില്ലല്ലോ. കേരളത്തിലെ നദികളും കൂടെ വായിക്കാവേ. പെരിയാറിന്റെ പഴയ പേരെന്താണ്? പെരിയാറിന്റെ പഴയ പേര് അത് ചൂർണിയാണ് കേട്ടോ. പെരിയാറിന്റെ പഴയ പേരാണ് ചൂർണി. ആകെ മൊത്തം നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ്. ശ്രീ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിളിച്ചത് ഏതിനെയാണ്? പെരിയാറിനെയാണ്. പൂർണ്ണ എന്ന് ആരാ വിളിച്ചത്? ശങ്കരാചാര്യരാണ്. ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ? പെരിയാറിന്റെ പോഷക നദികളൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിൽ വരുന്നതാണ് മുതിരപ്പുഴ. ഏതാണ് അപ്പൊ പോഷക നദി? മുതിരപ്പുഴ ആരുടെയാണ്? പെരിയാറിന്റെയാണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കിയും എറണാകുളം.